നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ കാരക്ക, അതിൻ്റെ ഒരു ചീള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതും കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന്. നമ്മുടെ ഒരൊറ്റ വാക്ക് മതിയാവും ചിലപ്പോൾ തെറ്റുകൾ ചെയ്യുന്ന ഒരു മനുഷ്യന് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ. നരകത്തിൽ നിന്ന് നമ്മളെ ഒരു നല്ല വാക്ക് എങ്ങനെയാണോ രക്ഷപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാനും നല്ല വാക്കുകൾക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിനിരയായവരാണ് നമ്മൾ എങ്കിൽ ആ ഒരൊറ്റ വാക്ക് മതിയാവും ചിലപ്പോൾ അന്ത്യദിനത്തിൽ അവന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ. സ്വർഗത്തിൽ ഉന്നതമായ പദവികളാണ് അള്ളാഹു നല്ല വാക്കുകൾ പറയുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിൽ ചില മുറികളുണ്ട്, അവയുടെ പുറംഭാഗം അകത്തു നിന്നും അകംഭാഗം പുറത്തു നിന്നും കാണാൻ കഴിയും എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സ്വഹാബികൾ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, അത് ആർക്കുള്ളതാണ്? ഈ മുറികൾ ആർക്കുള്ളതാണ്? അതിന് മറുപടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലിമൻ അതാബൽ കലാം, നല്ലത് സംസാരിച്ചവർക്ക്, വ അത്അമ ത്വആം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയവർക്ക്, വ അദാമ സിയാം, സ്ഥിരമായി നോമ്പ് അനുഷ്ഠിച്ചവർക്ക്, വസല്ല ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്തവർക്ക് എന്നാണ്. നമ്മൾ ചെറുതാണ് എന്ന് വിചാരിക്കുന്ന, നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന പലതും അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റത്തെ മൂല്യമുള്ളതായിരിക്കും. നമ്മൾ വലുതാക്കി കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരർത്ഥത്തിലും ഉപകരിക്കാത്തതുമായിരിക്കും. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത് അത് എത്ര ചെറുതാണെങ്കിലും അതിനായി സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.